ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് ശ്രീനാരായണീയനാവാൻ സാധിക്കുന്നത്. അതും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടാണ്. അതുപോലെ എങ്ങനെയായിരിക്കണം ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അയാൾ ഹൃദയം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആവൂ. ബാക്കി മുഴുവനും സാങ്കേതികത്വമാണ്. എന്നെ നല്ലതുപോലെ ആളുകൾക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. എൻ്റെ മുഴുവൻ പോരായ്മകൾ, എൻ്റെ പെരുമാറ്റം, എൻ്റെ സ്വഭാവ ദൂഷ്യം, എൻ്റെ നല്ലത്, ഇതെല്ലാം ജനങ്ങൾക്കറിയാം. ആരും ഒന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമാണ്. പക്ഷേ എന്നിട്ട് കൂടി ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ ഞാൻ അടിപതറിയത്, ഞാൻ വീണുപോയത് ദുരാരോപണങ്ങൾ കൊണ്ടാണ്. എന്നെ വേദനിപ്പിച്ചത് ഞാനൊരു വർഗീയവാദിയാണ്, ഞാനൊരു സംഘപരിവാർ ആശയങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ആളാണ്. പലപ്പോഴും ഞാൻ രാത്രി ഞെട്ടി ഉണരുമായിരുന്നു. കാരണം നമുക്ക് ഇത്രയും കാലത്ത് നമ്മുടെ പൊതുപ്രവർത്തനം അവിടെ അസ്തമിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കി എന്നെ കുറ്റപ്പെടുത്താതെ, എന്നെ നിർബന്ധിക്കാതെ അവിടെ പോകണം ഇവിടെ പോകണമെന്ന് പറയാതെ, അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാതെ, നമ്മളെങ്ങനെയാണോ ഇന്നലെ വരെ ജീവിച്ചു വന്നത് ആ സാഹചര്യത്തിൽ നിന്ന് തന്നെ എല്ലാ ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും മനസ്സിൽ ഒതുക്കി അടക്കി ജീവിക്കാൻ എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ കുടുംബം, നമ്മുടെ കുട്ടിക്കാലം, എൻ്റെ ആണെങ്കിലും അങ്ങയുടെ ആണെങ്കിലും കുട്ടിക്കാലം കുറച്ചുകൂടി നമ്മൾ ഓണം നല്ലതുപോലെ ആസ്വദിക്കുമായിരുന്നു. ഇന്നിപ്പം നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇന്ന് എല്ലായിടവും സദ്യകളാണ്, ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു മഹാഭാഗ്യമുണ്ടായത് മേളകുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുമായി ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ ആ മണ്ണിൽ പഞ്ചാരി മേളം കൊട്ടാൻ ഭാഗ്യം ലഭിച്ചു. പക്ഷേ ഇത് എല്ലാം സമയം കണ്ടെത്തിയിട്ടാണ് പോകുന്നത്. ഈ വർഷത്തെ നാടക സംഭാഷണങ്ങൾ അടുത്ത വർഷം വരെ മലയാളികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന നാടക ഡയലോഗുകൾ, സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേറെ സ്വാധീനം പ്രേക്ഷകർക്ക് മനസ്സിൽ ചെലുത്താൻ നാടകത്തിന് കഴിഞ്ഞിട്ടുണ്ട്.